ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 1001 രാത്രിയിലെ 38ാമത്തെ കഥയുടെ 6ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കഥ ഉമർ രാജാവിൻ്റെയും പുത്രന്മാരുടെയും കഥ. ഷേർഖാൻ ഹർദൂബ് രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടെന്ന് സൈന്യം മനസ്സിലാക്കിയെടുത്താണല്ലോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കഥ നിർത്തിയത്. തുടർന്ന് കേട്ടോളൂ. രാജകുമാരി പടനായകനെ വെല്ലുവിളിച്ചു. ധൈര്യമുണ്ടെങ്കിൽ അയാളോട് നേരിട്ട് പൊരുതി നോക്ക്. നീ കൊല്ലപ്പെട്ടാൽ മറ്റൊരാൾ മുന്നോട്ട് വരട്ടെ. അങ്ങനെ ഷേർഖാൻ കൊല്ലപ്പെടുന്നത് വരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? കഥ ഇത്രയുമായപ്പോഴേക്ക് നേരം പുലർന്നത് കണ്ട് ഷഹറാസാദ് കഥ പറച്ചിൽ നിർത്തി. അടുത്ത രാത്രി വീണ്ടും അവർ കഥ തുടർന്നു. രാജകുമാരി, അവിടുന്ന് പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു എന്നായിരുന്നു മസൂറയുടെ മറുപടി. അപ്പോൾ രാജകുമാരി പറഞ്ഞു, ഞാൻ അയാളോട് ചോദിക്കട്ടെ. അയാൾക്ക് സമ്മതമാണെങ്കിൽ പോരാട്ടം തുടങ്ങാം. ഇല്ലെങ്കിൽ എൻ്റെ അതിഥിയായി അയാളെ ഉപദ്രവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഷേർഖാൻ പോരാട്ടത്തിന് തയ്യാറായി. ഒരാളോടല്ല, 10 പേരോട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അയാൾ വാളും പരിചയവുമായി ശത്രുക്കളെ നേരിട്ടു. സിംഹത്തെ പോലെ ചാടി വീണ് ഒറ്റവെട്ടിന് മസൂറയുടെ കഥ കഴിച്ചു. അയാളുടെ ധീരതയിൽ രാജകുമാരിക്ക് മതിപ്പ് തോന്നി. ഇനി ആരെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? അവൾ ചോദിച്ചു. മസൂറയുടെ സഹോദരൻ മുന്നോട്ട് വന്നെങ്കിലും അയാൾ വാൾ ഉയർത്തുന്നതിന് മുമ്പേ ഷേർഖാൻ അയാളെ വെട്ടി വീഴ്ത്തി. ഇങ്ങനെ എതിരാളികളെല്ലാം ഷേർഖാന്റെ വാളിനിരയായി. ഇബ്രീസ രാജകുമാരി അയാളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ സമയം നിലത്ത് 80 മൃതദേഹങ്ങൾ കിടന്നിരുന്നു. 20 പേർ ഓടിപ്പോയി കളഞ്ഞു. ഇബ്രീസ രാജകുമാരി തൻ്റെ കുപ്പായം ഉയർത്തിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഞാൻ പടച്ചട്ടി അണിഞ്ഞാണ് നിന്നത്. ആവശ്യമെങ്കിൽ നിങ്ങളുടെ സഹായത്തിനെത്താൻ വേണ്ടി. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടായില്ല. രാജകുമാരി അപ്പോൾ തന്നെ കാവൽക്കാരെ വിളിച്ച് തൻ്റെ അനുമതിയില്ലാത്ത ഭടന്മാരെ അകത്ത് പ്രവേശിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു. രാജാവിൻ്റെ ഭടന്മാർക്ക് പ്രവേശനം നിഷേധിക്കുന്ന പതിവില്ല, അവർ പറഞ്ഞു. എന്നെ അപമാനിക്കാനും എൻ്റെ അതിഥിയെ വധിക്കാനും നിങ്ങൾ കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് അവരുടെ ശിരോച്ഛേദം നടത്താൻ ഇബ്രീസ ഷേർഖാനോട് ആവശ്യപ്പെട്ടു. ഷേർഖാൻ അതനുസരിച്ചു. മറ്റുള്ള അടിമകളെ നോക്കി അവൾ പറഞ്ഞു, ഇവർക്ക് ഇതിലും കടുത്ത ശിക്ഷ നൽകേണ്ടതായിരുന്നു. എന്നിട്ട് ഷേർഖാനോടായി, എന്നെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ എന്ന മുഖവുരയോടെ ഇങ്ങനെ പറഞ്ഞു. സിസേറിയയിലെ രാജാവ് ഹർദൂബിൻ്റെ ഏകപുത്രി ഇബ്രീസയാണ് ഞാൻ. ദുരാചരണി മാതാവെന്ന് ഞാൻ വിളിച്ച ആ കിഴവിയുണ്ടല്ലോ, അവർ അച്ഛൻ്റെ വളർത്തമ്മയായിരുന്നു. കൊട്ടാരത്തിൽ അവരുടെ അഭിപ്രായത്തിന് ഇപ്പോഴും വിലയുണ്ട്. എന്നോട് മാത്രം അവർ കൊടുങ്ങാത്ത പകയാണ്. കാരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇതിനകത്ത് വെച്ച് മസൂറയെയും കൂട്ടരെയും വധിച്ചെന്ന് അച്ഛൻ അറിയുമ്പോൾ ഞാൻ ഇസ്ലാം മതത്തിൽ ചേർന്നെന്ന് അവർ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. എൻ്റെ ജീവൻ അപകടത്തിലാണ്. നാട് വിടുകയേ രക്ഷയുള്ളൂ. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. ഇതിനെല്ലാം കാരണം നിങ്ങളാണല്ലോ. ഷേർഖാന് സന്തോഷാധിക്യം കൊണ്ട് വീർപ്പ് മുട്ടി. അല്ലാഹുവാണെ, നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛനമ്മമാരെ വിട്ടുപിരിയാൻ നിനക്ക് വിഷമമില്ലല്ലോ? ഇല്ല, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണത്? നിങ്ങൾ സൈന്യവുമായി ഉടനെ ബാഗ്ദാദിലേക്ക് മടങ്ങണം. എൻ്റെ രാജകുമാരി, അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത് നിന്റെ അച്ഛനുമായുള്ള യുദ്ധത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ രാജാവ് അഫ്രീദിനെ സഹായിക്കാനാണ്. അദ്ദേഹം അച്ഛന് സമ്മാനിക്കാൻ ഉദ്ദേശിച്ച അത്ഭുത ശക്തിയുള്ള രത്നങ്ങളും മറ്റും നിന്റെ അച്ഛൻ തട്ടിയെടുത്തില്ലേ, അതിന് പകരം വീട്ടണം. അതൊരു കെട്ടുകഥയാണ്. വാസ്തവം എന്താണെന്ന് ഞാൻ പറയാം. ഞങ്ങൾ ഗ്രീസിലെ ക്രിസ്ത്യാനികൾ കൊല്ലത്തിലൊരിക്കൽ ഒരു ഉത്സവം നടത്താറുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഉത്സവത്തിൽ എല്ലാ രാജാക്കന്മാരും പ്രഭുക്കന്മാരും കുടുംബസമേതം പങ്കുകൊള്ളും. അങ്ങനെയൊരു ഉത്സവത്തിന് അഫ്രീദിൻ രാജാവും മകൾ സഫിയയും വന്നിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ വെപ്പാട്ടിയായിരിക്കുന്ന സഫിയ തന്നെ. അന്ന് ഉത്സവം കഴിഞ്ഞ് കപ്പലിലാണ് സഫിയ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് മടങ്ങിപ്പോയത്. കാഫൂർ ദ്വീപിനടുത്ത് വെച്ച് കപ്പൽ കൊള്ളക്കാർ പിടിച്ചെടുത്തു.
പക്ഷേ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നപ്പോൾ കരയ്ക്കടിഞ്ഞ് രക്ഷപ്പെട്ട സഫിയ ഉൾപ്പെടെ 60 യുവതികളെ സ്ഥലവാസികൾ എൻ്റെ അച്ഛന് സമ്മാനിച്ചു. അവരിൽ ഏറ്റവും സുന്ദരിമാരായ 5 പേരെ അച്ഛൻ ഉമർ അൽ ന്യൂമാന് പാരിതോഷികമായി നൽകി. അതിലൊരാൾ സഫിയയായിരുന്നു. അവൾ ഒരു രാജകുമാരിയാണെന്നും അഫ്രീദിൻ്റെ മകളാണെന്നും ആരും അറിഞ്ഞിരുന്നില്ല. ഈ വർഷം ആരംഭത്തിൽ അഫ്രീദിൻ്റെ ഒരു കത്ത് അച്ഛന് കിട്ടി. ഭീഷണിയും ശകാരവും നിറഞ്ഞ ആ കത്തിൻ്റെ അവസാനം ഇപ്രകാരമായിരുന്നു: 2 വർഷം മുമ്പ് നിങ്ങൾ എൻ്റെ നാട്ടിലെ 60 പെൺകുട്ടികളെ ചില കടൽ കൊള്ളക്കാരിൽ നിന്ന് തട്ടിയെടുത്തു. എൻ്റെ മകൾ സഫിയ അക്കൂട്ടത്തിലുണ്ടായിരുന്നിട്ടും അക്കാര്യം എന്നെ അറിയിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിച്ചില്ല. ആ മഹാ അപരാധത്തിൻ്റെ പേരിൽ നിങ്ങളെ എൻ്റെ ശത്രുവായി പ്രഖ്യാപിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ മകളെ സുരക്ഷിതമായി ഉടനെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. താമസം വരുത്തിയാൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകും. അതോടെ അച്ഛൻ പരുങ്ങലിലായി. സഫിയ ഉമർ അൽ ന്യൂമാൻ്റെ അന്തഃപുരത്തിലാണല്ലോ. അവർ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഇനി അഫ്രീദിൻ ആവശ്യപ്പെട്ടതുപോലെ തിരിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. തുടർന്ന് എന്താണ് നടക്കുന്നതെന്നറിയാൻ കാത്തിരുന്നോളൂ. ഞാൻ വരാം ഉടൻ തന്നെ.